ഞാൻ ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയലിന് വേണ്ടുന്ന പച്ചക്കറിയെല്ലാം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഞാൻ ചേന നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് പച്ചക്കറികളെല്ലാം എടുക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം വേവിക്കാനായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചേന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് കുമ്പളങ്ങ കഷ്ണങ്ങളിടാം, വെള്ളരിക്ക കഷ്ണങ്ങളായാലും മതി. 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാവക്ക അരിഞ്ഞതും ചേർക്കാം. 1 കപ്പ് നേന്ത്രക്കായ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മുരിങ്ങക്കായ കൂടി അരിഞ്ഞത് ചേർക്കാം. 1 കപ്പ് പച്ചപ്പയർ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി പച്ചക്കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഇനി വേവിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വന്ന ശേഷം തുറന്ന് നോക്കാം. കറി തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി 1 മുറി തേങ്ങ ചിരവിയതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ചതച്ചെടുക്കണം. തേങ്ങയിലേക്ക് വെള്ളം ചേർത്ത് അരക്കണ്ട. ഇനി അടുപ്പൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കണ്ട, ചേന കഷ്ണങ്ങൾ വെന്തോന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ വെളുത്തുള്ളിയും പാവക്കയും അവിയലിൽ ചേർക്കലുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ശേഷം തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1.5 കപ്പ് തൈര് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി അധികം ലൂസാവാതെ പാകത്തിന് മാത്രം തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി നനച്ച് കൊടുക്കാം. ഇനി കറി ഇറക്കി വെക്കാം.